ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള പരിപാടികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് കണ്ടോ, അത്യാവശ്യം സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 10 മണിയായി കഴിഞ്ഞ് ഇങ്ങനെ സൂര്യൻ ഉദിക്കാണ്ടിരിക്കുമോ. അപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു. അമ്മ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മ ഉച്ചയ്ക്കായിട്ട് വരുള്ളൂ. ഇത് പായസമാണ് കേട്ടോ, പഴത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ദോശയും ചമ്മന്തിയായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട്, അതൊക്കെ കഴിയണം. അതൊക്കെ അലക്കിയിട്ടിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. എല്ലാ സൺഡേ ഞങ്ങൾ പുറത്ത് പോകാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ബുൾസൈ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും നിലക്കടലയുടെ കറിയും ചമ്മന്തിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തിട്ട് കഴിക്കാൻ പോവാണേ. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ചേട്ടനൊക്കെ സഹായിക്കും. ചേട്ടനങ്ങനെ സഹായിക്കാൻ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. നമുക്ക് തീരെ വയ്യാത്ത സമയങ്ങളിലൊക്കെ വീട്ടിലെ എല്ലാ പണിയും ചേട്ടൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അലക്കലും കഴിഞ്ഞിട്ട് വേണം, തുണികൾ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മടക്കി വെക്കണം. അപ്പോഴേക്കും ചേട്ടൻ വെള്ളം കൊണ്ടുവരാണ് കേട്ടോ. നമുക്ക് താഴെ കിണറിൽ നിന്ന് പോയിട്ട് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണ്. വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ട് വേണം പാർട്സൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ അതിനിടയിൽ പാർട്സ് മേടിക്കാൻ പോയി. ചിക്കൻ പാർട്സാണ് മേടിക്കണത്. അപ്പോൾ അങ്ങനെ എപ്പോഴും മേടിക്കാറൊന്നുമില്ല. ചിക്കൻ പാർട്സ് നല്ലതല്ല എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും മേടിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഇന്ന് ചേട്ടനാണ് കറി വെക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോൾക്ക് സ്വീറ്റ് കോണും തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും ചേട്ടൻ കുടിവെള്ളത്തിനുള്ള വെള്ളം കൂടിയും കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പതിമുഖം ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം കാച്ചുക നമ്മൾ. അങ്ങനെ വെള്ളമൊക്കെ വെച്ച ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇന്ന് സൺഡേ കൊണ്ട് തന്നെ സ്പെഷ്യൽസൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അധികം സ്പെഷ്യലൊന്നുമില്ല. ചോറും കറിയും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആർക്കും വയ്യായിരുന്നു. നമ്മളെ 90 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ ചേട്ടനാണ് കഴുകണത്. ഇത് ഞാൻ എത്ര കഴുകിയാലും വൃത്തിയാവില്ല. അത് കാരണം ചേട്ടൻ തന്നെ കഴുകാണ് കേട്ടോ. ചേട്ടൻ അത് കഴുകുമ്പോഴേക്കും ഞാൻ നമ്മുടെ കറിക്കുള്ള സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചിയൊക്കെ വേണം. പിന്നെ വെളുത്തുള്ളി നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് കാരണം ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണണേ. ഇത് ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ, എൻ്റെ ഒന്നല്ല. ആൾക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കിച്ചണിൽ പാചകം ചെയ്യണ സമയത്തായാലും എന്ത് ജോലിയുടെ ഇടയിലായാലും ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് ഒരു കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ തമ്മിൽ. അത് കല്യാണത്തിന് മുന്നേ തന്ന വാക്കാണ്. കാരണം സ്നേഹിക്കണ ടൈമിൽ ചേട്ടന് ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുമിച്ച് തന്നെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനിടയിൽ നമ്മൾ സംസാരിക്കും, നമ്മുടേതായ കുറച്ച് സമയങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ഫോളോ ചെയ്ത് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സ്വർണ്ണമോ പണമോ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഏറ്റവും വലുത് ജീവിതത്തിൽ. നമ്മളുടേതായ കുറച്ച് സമയങ്ങൾ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. 90% പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ പാർട്സൊക്കെ ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്ന ശേഷം ഞാനത് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 വിസിലൊക്കെ വേണ്ടി വരും. കാരണം മോൾക്കും കൂടി വേണ കാരണം നമുക്ക് അത്രയും നമ്മൾ വേവിക്കും കേട്ടോ. മോൾക്ക് നമ്മളിത് അധികം കൊടുക്കാറൊന്നുമില്ല. അപ്പോഴേക്കും അമ്മ വന്നിട്ട് തക്കാളിയും സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞു കേട്ടോ. എന്നിട്ട് വഴറ്റാൻ വെച്ചു. ഇനി അങ്ങോട്ട് ചേട്ടൻ്റെ പരിപാടികളാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസാട്ടോ നമ്മൾ ആഡ് ചെയ്യണത്. മസാലകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും നന്നായി വഴറ്റിയ ശേഷം, നന്നായി തന്നെ പച്ചമണം മാറണം കേട്ടോ. അപ്പോൾ എല്ലാം വഴറ്റിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നാലാണ് കട്ടിയുള്ള ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല, കറിയായിട്ട് തന്നെ വേണം കേട്ടോ. കറിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഫുഡ് ചേട്ടൻ ഉണ്ടാക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കറി കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ചോറൊക്കെ ഒന്ന് നോക്കി നോക്കി കേട്ടോ, ചോറ് വെന്തിട്ടുണ്ടോ നോക്കി നോക്കി. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഊറ്റിയിടാണ്. ഈ റൈസ് കുക്കർ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചേട്ടൻ വാങ്ങിച്ചാണ് കേട്ടോ. നല്ല ഉപകാരമാണ് കേട്ടോ ഈ റൈസ് കുക്കർ കൊണ്ട്. എൻ്റെ വീട്ടിൽ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ അടുപ്പിലായാലും ഞങ്ങൾ ഇടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ച ചോറ് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തണ്ണിമത്തൻ വാങ്ങിക്കും കേട്ടോ. തണ്ണിമത്തൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. ഇതിനിടയിൽ അതൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. കാരണം അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് അറിയാലോ, അത്രയും ചൂടും വേർത്തിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനിടയിൽ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ് കേട്ടോ. ഈ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എല്ലാവർക്കും ഹൈ ഷുഗറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ ജ്യൂസ് കുടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിനാണെങ്കിൽ പഞ്ചസാരയും വേണം. പഞ്ചസാര ഇല്ലാണ്ട് ജ്യൂസ് കുടിക്കാൻ വയ്യ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഓരോ ഗ്ലാസ്സിലേക്കും പകർത്തിയിട്ട് അമ്മ ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാനൽ പിന്നെ നമുക്കറിയാലോ, ഒരു പരസ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സിനിമയുടെയും മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ സിനിമ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്യമായാലും ഞാൻ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. തണ്ണിമത്തനിൽ ഇത്രയും കുരു ഉണ്ടായിട്ടും ജ്യൂസ് അടിക്കേണ്ട ടൈമിൽ ഒരു കുരു പോലും കാണാൻ പറ്റാറില്ല. അതെന്താ ഉണ്ടാവണമോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ പാർട്സിൻ്റെ കറിയാണ് കഴിച്ചത്. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ ശേഷം ഈ ഒരു ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാനും മോളാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഒരുങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനായിട്ട് നിന്നാണ്. അപ്പോൾ അവളാണെങ്കിൽ ഉറക്കം വന്ന പോലെയാണ് നിൽക്കണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ പോകാമെന്ന് വെച്ചു. ഓരോ സൺഡേയും അവൾക്കൊരു സന്തോഷം വേണമല്ലോ. അപ്പോൾ അവളെ കൊണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സന്തോഷമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോകാനായിട്ട്. ഹസ്ബൻഡിനും അതേപോലെ തന്നെ മക്കൾക്ക് 2 പേർക്കും. അവനിപ്പോൾ 90 ദിവസം കഴിഞ്ഞെങ്കിലും അവന് ഈ പുറത്തൊക്കെ പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മത്തൻ കുത്തി എന്തായാലും കുമ്പളം മുളക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതാ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേയിലല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മോനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോണത്. അവനാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ എന്നെ കാണാണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോഴേക്കും നമുക്ക് തിരിച്ച് വരും വേണം. എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ. അപ്പോൾ അതൊന്നും കാണാൻ ഇപ്രാവശ്യം പറ്റും തോന്നണില്ല. കാരണം 2 മണിക്കൂറിന് കൂടുതൽ നമുക്ക് എന്തായാലും അവിടെ കാണാനുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും പോകാൻ പറ്റും തോന്നണില്ല. അപ്പോൾ ഇതാ പാർക്കിലൊക്കെ പോയി മോളൊക്കെ കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് മാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.